ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അബ്കാരി ആക്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അബ്കാരി ആക്ട് എന്ന് പറയുമ്പോൾ അബ്കാരി ആക്ട് 1077 നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസിന് വ്യൂസ് കുറവാണ്, സാരമില്ല. എനിക്ക് പഠിപ്പിക്കാനുള്ള താല്പര്യം, അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, പഠിക്കാം, മുന്നേറാം. ആവശ്യമുള്ളവർ കാണുക, പഠിക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? ഏത് വീഡിയോ ആയാലും, എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല, താല്പര്യമുള്ളവർക്ക് ഏത് വീഡിയോ ആണെങ്കിൽ കണ്ട് മാക്സിമം പഠിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് ആണ്. കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന വകുപ്പുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളൊരു ഏത് വീഡിയോ കാണാതിരുന്നാലും ജസ്റ്റ് ഒരു ചെറിയൊരു പേപ്പർ കയ്യിലെടുത്ത് വച്ചേക്കുക. എന്തിനാണെന്നറിയാമല്ലോ? പോയിന്റുകൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയിടാൻ വേണ്ടിയിട്ട്. പോയിന്റുകളെന്ന് പറയുമ്പോൾ നമ്മളെ സ്ലൈഡിൽ പറയുന്ന, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പിന്നെയും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് എഴുതിയിടുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. പിന്നെ നിങ്ങളതിനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആഴ്ചയിലൊരിക്കലും അതിനെ പിന്നെ എടുത്തൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളെ ടൈം പോകുന്നു. പോട്ടെ. സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അബ്കാരി ആക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന വകുപ്പുകൾ. അതിൽ ഒന്നാമത്തെ സ്ലൈഡ്, ചാരായത്തിൻ്റെ നിർമ്മാണം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. ഏത് സെക്ഷനാണ്? സെക്ഷൻ 8. അപ്പോൾ നമ്മുടെ ചാരായത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഇറക്കുമതി, അതിൻ്റെ കയറ്റുമതി, അതിൻ്റെ കൈവശം വയ്ക്കൽ, സംഭരണം, വിൽപ്പന. ഇപ്പോൾ ചാരായത്തിൻ്റെ എല്ലാ പരിപാടി, അതിൻ്റെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8. അപ്പോൾ നമ്മളൊരു ചാരായത്തെക്കുറിച്ച് ആലോചിക്കുക. ജസ്റ്റ് ഒരു ചാരായം, നമ്മൾ സിനിമയിൽ കാണുന്ന ചാരായത്തെക്കുറിച്ച് ആലോചിക്കുക. അതിൻ്റെ എല്ലാ പ്രവൃത്തികളും, അതിൻ്റെ നിർമ്മാണം, അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളെയും നിരോധിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് സെക്ഷൻ 8. സെക്ഷൻ 8 നിരോധനത്തെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, അനുമതി കൂടാതെ ചാരായം നിർമ്മിക്കാനോ കടത്താനോ കൈവശം വയ്ക്കാനോ സംഭരിക്കാനോ കുപ്പിയിൽ ശേഖരിക്കാനോ ഏതൊരു വ്യക്തിക്കും അധികാരമില്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 8 ഇപ്പോൾ നമ്മൾ സെക്ഷൻ 8 പറഞ്ഞത് ചാരായത്തിൻ്റെ അതിൻ്റെ പരിപാടിക്ക്, അതിൻ്റെ നിരോധനത്തെക്കുറിച്ച് 8 പറഞ്ഞത്. 8 പറയുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് വരും. എന്ന് പറയുമ്പോൾ അനുമതി കൂടാതെ ചാരായം നിർമ്മിക്കാൻ പാടില്ല, കടത്താൻ പാടില്ല, കൈവശം വയ്ക്കാൻ പാടില്ല, സംഭരിക്കാൻ പാടില്ല. പിന്നെ ഇതിൽ പറയുന്നൊരു പോയിൻ്റാണ്, കുപ്പിയിൽ ശേഖരിക്കാനോ ഏതൊരു വ്യക്തിക്കും അധികാരമില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 അപ്പോൾ സെക്ഷൻ 8 പറയുന്നത് ചാരായത്തിൻ്റെ നിരോധനം, അതിൻ്റെ നിരോധനം. 8 പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ജസ്റ്റ് വായിച്ചു വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത സ്ലൈഡാണ്. സെക്ഷൻ 8 നിബന്ധനകൾ ആരെങ്കിലും ലംഘിച്ചാൽ, അപ്പോൾ സെക്ഷൻ 8 പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ശിക്ഷ കിട്ടും എന്നാണ് 8 പറയുന്നത്. അപ്പോൾ 8 പറഞ്ഞു, 8 പറഞ്ഞു, 8 പറയുന്നത് എന്താണ്? 8 എന്ന് പറയുന്ന അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഏത് സെക്ഷനിൽ പറയുന്നത്? 8 പറയുന്നത്. അപ്പോൾ 8 പ്രകാരം കിട്ടുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും 10 വർഷം വരെ തടവും ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും 10 വർഷം തടവ് ശിക്ഷയും എന്ത് ചെയ്യും? അവന് ലഭിക്കും. അപ്പോൾ 8 പ്രകാരം 8 പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ എന്തെങ്കിലും കറക്റ്റ് പാലിച്ചില്ല എങ്കിൽ 8 പ്രകാരം അവനെന്ത് ചെയ്യും? അവനൊരു ശിക്ഷ കിട്ടും. ആ ശിക്ഷ എന്ത് ശിക്ഷയാണ്? 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും 10 വർഷം വരെ ലഭിക്കുന്ന തടവ് ശിക്ഷയുമാണ് അവന് ശിക്ഷയായിട്ട് കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 8 ഇപ്പോൾ 8 ചാരായത്തെക്കുറിച്ചാണെന്ന് അറിയാം, 8 അതിൻ്റെ കാര്യങ്ങളാണെന്നറിയാം. 8 എന്തിനാണ്? 8 എന്തെങ്കിലും മര്യാദയ്ക്ക് പാലിച്ചില്ലെങ്കിൽ എന്താണ്? അവന് 8 പ്രകാരം ശിക്ഷ കിട്ടും. അപ്പോൾ 8 പ്രകാരം കിട്ടുന്ന ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും പിന്നെന്താണ്? 10 വർഷം വരെ തടവ് ശിക്ഷയും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അടുത്ത്, സർക്കാർ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വച്ചിരിക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ.
അപ്പോൾ സർക്കാർ ഇപ്പോൾ ഒരു കോമൺ മാന് സർക്കാർ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവിൽ കൂടുതലാണ് അയാളുടെ കയ്യിൽ ലഹരി പദാർത്ഥങ്ങളോ മദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉള്ളതെങ്കിൽ അത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13. അപ്പോൾ സർക്കാർ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഒരാളുടെ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13. സെക്ഷൻ 13. സെക്ഷൻ 13. സിമ്പിളായിട്ട് നമ്മൾ എത്ര എന്ന് പറയും? സെക്ഷൻ 13 പറയും. സിമ്പിളായിട്ട് പറയാം, സർക്കാർ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ ഒരാളുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ സർക്കാർ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13. സെക്ഷൻ 13. അടുത്ത് അപ്പോൾ സെക്ഷൻ 13 പറയുമ്പോൾ അതിൽ അടുത്തെന്ത് വരും? 13 1 വരും. എന്താണ്? സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3 1. അപ്പോൾ നിങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ ഒരു മദ്യപൻ അല്ലെങ്കിൽ ഒരു മദ്യപിക്കുന്ന ഒരാൾ അയാളുടെ ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13 1. അപ്പോൾ സ്വന്തം ഉപയോഗത്തിന് സംഭരിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13 1. സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മദ്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപയോഗത്തിനാണ് ഞാൻ മദ്യം വച്ചേക്കുന്നത്, എന്താണ് അതിന് ഫീസ് അതിൻ്റെ ലൈസൻസിന് ഫീസ് ഈടാക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 13 1 പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാകുന്നതാണ്. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. അടുത്ത് വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 13 2. 13 ക്ലോസ് 2 ആണ്. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് സെക്ഷനാണ്? സെക്ഷൻ 13 2 ആണ്. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 13 2 ആണ്. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 13 2. 13 2 വിദേശ മദ്യം. 13 2. 13 2 വിദേശ മദ്യം. ഇത്രയേ ഉള്ളൂ. അടുത്ത് മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും വീണ്ടും വായിച്ചാൽ മാത്രം മതി. നമുക്ക് കൺഫ്യൂഷനാണെന്ന് പറയുമ്പോൾ ഇതല്ലയോ അത്, അതല്ലയോ ഇത്. മനസ്സിലായല്ലോ? അതാണ് സംഭവം. അപ്പോൾ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുവാനുള്ള ആരുടെ അധികാരം? ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ. സെക്ഷൻ 13 ഏതാണ്? 13 A ആണ്. A. അപ്പോൾ മദ്യമോ ലഹരി വസ്തുക്കളോ കൈവശം വയ്ക്കുന്നത് നിരോധിക്കുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരം ഏതാണ്? സെക്ഷൻ 13 A ആണ്. 13 A ആണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം. A ഗവൺമെൻറ്റിൻ്റെ അധികാരം. A ഗവൺമെൻറ്റിൻ്റെ അധികാരം. അടുത്ത സ്ലൈഡ്. ഏതെങ്കിലും വ്യക്തി നിയമപരമായി സംഭരിച്ച വിദേശ മദ്യത്തിൻ്റെ വിൽപ്പനയ്ക്ക് സെക്ഷൻ 15 നിബന്ധനകൾ ബാധകമല്ല. എന്താണ്? ഏതെങ്കിലും നമ്മുടെ ഒരു വ്യക്തി എന്താണ് പറയുന്നത്? ഒന്നുകൂടി പറയാം. സെക്ഷൻ 13 ആണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 15 നമ്മുടെ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ മറന്നു. അതിൻ്റെ ബാക്കിയാണ് സംഭവം ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 15 നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ സെക്ഷൻ 15 ഉണ്ട്. അപ്പോൾ സെക്ഷൻ 15 നമുക്കൊന്ന് അപ്പുറത്തെത്തണം. ഓക്കെ, ഇത് റെഡിയായിരുന്നു. ഓക്കെ, സെക്ഷൻ 13. സെക്ഷൻ 13 സെക്ഷൻ 13A. സെക്ഷൻ 15 പിന്നെ അപ്പുറത്ത് വന്നില്ല. ഓക്കെ, സെക്ഷൻ 15 വന്നു. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന ഏതാണ്? സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15 പറയുന്നത് എന്താണ്? കള്ള് ഒഴികെയുള്ള മദ്യവിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 15 ആണ്. അപ്പോൾ കള്ള് ഒഴികെയുള്ള മദ്യവിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15 ആണ്. കള്ളൊഴികെയുള്ള മദ്യവിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നത്
നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ 15. അപ്പോൾ അതിലൊരു പോയിൻ്റാണെന്ത്, ഏതെങ്കിലും വ്യക്തി നിയമപരമായി സംഭരിച്ച വിദേശ മദ്യത്തിൻ്റെ വിൽപ്പനയ്ക്ക് സെക്ഷൻ 15 നിബന്ധനകൾ ബാധകമല്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു വിദേശ മദ്യമുണ്ട്, അത് നിയമപരമായിട്ടുള്ള അളവിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണ്, അത് ഈ ഒരു സെക്ഷൻ 15 നിബന്ധനകൾക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് എന്താണ്, കള്ളൊഴികെയുള്ള മദ്യവിഭവങ്ങൾ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 15. അടുത്ത സെക്ഷൻ 15A ആണ്. ഇതൊക്കെ നമുക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ 15A ആണ്. അപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ മദ്യം ഉപയോഗിക്കുന്നത് നീ മദ്യം കുടിക്കേണ്ട, നിനക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 15A ആണ്. അപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ 15A ആണ്. 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരുത്തൻ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്, സെക്ഷൻ 15A ആണ്. അടുത്ത് 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 15B ആണ്. അപ്പോൾ 15A-യുമായി 15B-യുമായി 15 നമ്മൾ പറഞ്ഞു. 15A എന്ന് പറഞ്ഞാൽ എന്താണ്, 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരുത്തൻ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, എടാ കോപ്പേ നീ നിനക്ക് മദ്യം ഉപയോഗിച്ചു കൂടാ എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്, 15A ആണ്. അടുത്ത് 15B പറയുന്നത് എന്താണ്, 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് എടാ കോപ്പേ അവന് മദ്യം കൊടുക്കാൻ നീ വിൽക്കാൻ പാടില്ല, എടാ നീ അവന് വിൽക്കാൻ പാടില്ല. 15B വിൽക്കാൻ പാടില്ല. 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരുത്തന് മദ്യം വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 15B ആണ്. സെക്ഷൻ 15B ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ 15C ആണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15C പ്രകാരം എന്താണ്, അത് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ നിന്നെ കൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 15C. സെക്ഷൻ 15C പറയുന്നത് എന്താണ്, പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീ മദ്യപിക്കരുതേടാ പൊട്ട എന്ന് പറയുന്ന സെക്ഷൻ C ആണ്, 15C ആണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് മദ്യപിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിക്കുന്ന സെക്ഷൻ 15C ആണ്. പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെന്ന് പറയും, സെക്ഷൻ 15C എന്ന് പറയും. സെക്ഷൻ 15C പൊതുസ്ഥലത്തെ മദ്യത്തിൻ്റെ ഉപയോഗം ഏതാണ്, 15C ആണ്. അടുത്ത് മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃത കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 55 ആണ്. അപ്പോൾ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 55. അപ്പോൾ ഒന്നുകൂടി പറയാം, മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ അനധികൃതമായ കയറ്റുമതി, ഇറക്കുമതി, നിർമ്മാണം എന്നിവയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 55. ചെറിയ നോട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് പഠിക്കാം. അടുത്ത പോയിന്റ്, വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്, 55G ആണ്. ജി വ്യാജരേഖ, അതിലെ ജി വ്യാജ ആ ഒരു ജായിലെ ജി ആയിട്ടങ്ങ് നമുക്ക് കണക്കാക്കാം. അപ്പോൾ വ്യാജരേഖകൾ നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷകളെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 55C ആണ്. അപ്പോൾ ഈ ഒരു വ്യാജരേഖകൾ എന്ന് പറയുമ്പോൾ ഏത് രേഖകളായിരിക്കും, എന്തിനെക്കുറിച്ചുള്ള രേഖകളായിരിക്കും, അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കൈവശം വയ്ക്കുവാനോ വിൽക്കുവാനോ കടത്തുവാനോ ഉള്ള രേഖകൾ, ഈ രേഖകൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വ്യാജമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഏത് രേഖകൾ, മദ്യം അതേപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കൈവശം വയ്ക്കുവാനോ വിൽക്കുവാനോ ഉള്ള ആ ഒരു രേഖകൾ വ്യാജമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്,
1,00,000 രൂപ വരെ പിഴയോ 3 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടി അവന് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 55G ആണ്. എന്താണ്? വ്യാജരേഖകൾ നിർമ്മിക്കുകയോ അതേപോലെ തന്നെ എന്താണ് അവ ഉപയോഗിക്കുകയോ ചെയ്താൽ വ്യാജരേഖകൾ 55G ആണ്. എന്ത് വ്യാജരേഖകളാണ്? മദ്യം മറ്റ് സാധനങ്ങൾ കടത്തുവാനോ നമ്മുടെ കൈവശം വയ്ക്കുവാനോ വിൽക്കുവാനോ ഉള്ള ആ ഒരു സംഭവത്തിന് നമ്മുടെ എക്സൈസ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള വ്യാജരേഖ അവൻ നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 55G പ്രകാരം അവൻ എന്ത് ശിക്ഷ കിട്ടും? 1,00,000 രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർ രണ്ടും ശിക്ഷയായിട്ട് ലഭിക്കുമെന്നാണ് ഇവിടെ 55G പ്രകാരം പറയുന്നത്. 1,00,000 രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും ചേർന്നവനെ കിട്ടും. അടുത്ത് നിയമപരമല്ലാതെ പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. നമ്മുടെ പുക ഇല അല്ലെങ്കിൽ പുക അങ്ങനെയുള്ള നമ്മുടെ മദ്യങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ നമ്മളങ്ങനെ നമ്മുടെ ടി വിയിലോ അങ്ങനെ നമ്മൾ കാണിക്കാറില്ല. അതേപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പുകയില അതേപോലെയുള്ള നമ്മുടെ അതിൻ്റെ പരസ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ സെക്ഷൻ അതുപോട്ടെ. സെക്ഷൻ 55H പറയുന്നത് എന്താണ്? നിയമപരമല്ലാതെ പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 55H. അപ്പോൾ നിയമപരമല്ലാതെ പരസ്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 55. എന്ത് പരസ്യങ്ങളാണ്? അതാണ് അടുത്ത് കാണാൻ പോകുന്നത്. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം തടവോ 25,000 രൂപ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ആയിട്ട് ലഭിക്കും. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ സൂചിപ്പിക്കുന്ന നിയമപരമല്ലാത്ത പരസ്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം തടവോ 25,000 രൂപ പിഴയോ എന്ത് ചെയ്യും? ശിക്ഷയായിട്ട് ലഭിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത സെക്ഷനാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 55L ആണ്. I ആണ്, മാറിപ്പോയി. അപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ല. നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു മദ്യമൊക്കെ ഒഴിക്കുന്ന ഒരു സീൻ വരുമ്പോൾ താഴെ അതിനൊരു വാർണിംഗ് സൈനൊക്കെ എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ വ്യക്തമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 55I ആണ്. ഇന്ത്യൻ സിനിമ എന്നങ്ങ് ആലോചിച്ച് വച്ചേരെ. 55I ഇന്ത്യൻ സിനിമ 55I. അപ്പോൾ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്നത് വിലക്കുന്ന മുന്നറിയിപ്പ് 1/10 അല്ലെങ്കിൽ 10-1 സ്ക്രീനിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? വരുന്ന രീതിയിൽ വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം. മുന്നറിയിപ്പ് കൂടാതെ ഇത്തരം ദൃശ്യങ്ങൾ സിനിമകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം തടവും കിട്ടും, 10,000 രൂപ പിഴയും കിട്ടും, അല്ലെങ്കിൽ രണ്ടുമായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കുന്ന അത് ഇപ്പം നമ്മൾ മദ്യം ഉപയോഗിക്കുമ്പോൾ അത് വിലക്കുന്ന ആ ഒരു വാർണിംഗ് സൈൻ എന്ത് ചെയ്യണം? ആ ഒരു സ്ക്രീനിൻ്റെ 10-1 ഭാഗത്ത് ഇത് വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം. മുന്നറിയിപ്പ് കൂടാതെ ഇത്തരം സംഭവങ്ങൾ സിനിമകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം തടവോ അല്ലെങ്കിൽ 10,000 രൂപ പിഴ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും ശിക്ഷയായിട്ട് ലഭിക്കും. നമ്മൾ പറഞ്ഞത് സെക്ഷൻ 55H ഇന്ത്യൻ സിനിമ എന്ന് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞു. അടുത്ത സെക്ഷൻ ലൈസൻസ് കൈവശം വച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന സെക്ഷൻ. അപ്പോൾ അതെന്താണ് ഈ ദുർനടത്തം? നമുക്കിങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണക്കാരനായപ്പോൾ നമുക്ക് തന്നെ ആദ്യം വായിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. ദുർനടത്തങ്ങൾ, അതെന്ത് നടത്തങ്ങളാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ദുർനടത്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്താണ്? സെക്ഷൻ 56 ആണ്. അപ്പോൾ അടുത്താണ് നമ്മൾ ദുർനടത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അബ്കാരി ഓഫീസറോ മറ്റ് ഉദ്യോഗസ്ഥനോ ലൈസൻസ് ആവശ്യപ്പെടുമ്പോൾ അത് സമർപ്പിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ അബ്കാരി ഓഫീസർ വന്നിട്ട് നിങ്ങളുടെ ലൈസൻസ് വേണം, എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇവിടെ വരും.
ലൈസൻസിൽ പരാമർശിച്ചിരിക്കുന്ന നിബന്ധനകളിൽ ചിലതെങ്കിലും ഒഴിവാക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ലൈസൻസ് തന്നു, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും ഈ സെക്ഷനിൽ പെടും. അടുത്ത് നീക്കം ചെയ്തിരിക്കുന്നു. അത് നീക്കം ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ആ ഒരു കാര്യത്തിൻ്റെ നമുക്കൊരു കൺഫർമേഷൻ അവർ കൊടുക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് കലാപ പ്രദേശങ്ങളിലോ മറ്റ് കലാകായിക മേളകൾ നടക്കുന്ന പ്രദേശങ്ങളിലോ മദ്യമോ മയക്കുമരുന്നോ വിൽക്കുക. അറിയാമല്ലോ, കലാപം അങ്ങനെയുള്ള കലാകായിക മേള നടക്കുന്ന സ്ഥലങ്ങളിൽ നൈസായിട്ട് എവിടെയും സൈഡിൽ കൊണ്ടുവച്ച് മദ്യം വിറ്റ് കഴിഞ്ഞാൽ അതും ഈ സെക്ഷനിൽ വരും. ഏത് സെക്ഷനിൽ വരും? സെക്ഷൻ 56 വരും. കുപ്രസിദ്ധ കുറ്റവാളികളുമായി ബന്ധപ്പെടുക, അവരെ എവിടെയെങ്കിലും താമസിപ്പിക്കുക, അതും ഏത് സെക്ഷനിൽ വരും? 56 വരും. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവ്, 25,000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും കിട്ടും. അപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 6 മാസം തടവ് അല്ലെങ്കിൽ 25,000 രൂപ എന്ത് ചെയ്യും? പിഴയായിട്ട് ആർക്ക് കിട്ടും? കുറ്റക്കാരന് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 56 ലൈസൻസ് കൈവശം വെച്ചിരിക്കുന്ന ഒരാളുടെ കയ്യിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, ലൈസൻസ് കയ്യിൽ വെച്ചോണ്ട് എന്തെങ്കിലും കന്നന്തിരിവ്, നമ്മുടെ സുരാജ് വിഞ്ഞാറ് പറയുന്ന പോലെ എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 56 പറഞ്ഞത്. ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് നടത്തുന്ന പരിപാടികൾ, അതാണ് സെക്ഷൻ 56. ശിക്ഷ എന്താണ്? 6 മാസം തടവോ 25,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടുമോ ശിക്ഷയായിട്ട് ലഭിക്കും. അടുത്ത് സെക്ഷൻ 56A ആണ്. ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള അധികാരമുള്ളത് ആർക്കെല്ലാം? അപ്പോൾ ആർക്കൊക്കെയാണ് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത്? എനിക്ക് നിർമ്മിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് നിർമ്മിക്കാൻ പറ്റുമോ? അയാൾക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നൊക്കെ പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A ആണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വയ്ക്കാനുമുള്ള അധികാരമുള്ളത് ആർക്കെല്ലാമാണ് എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A ആണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും കൈവശം വയ്ക്കുവാനും ഉള്ള അധികാരം ആർക്കൊക്കെയാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56 ക്ലോസ് A ആണ്. കെമിസ്റ്റ് രസതന്ത്ര ശാസ്ത്രജ്ഞൻ, ഡ്രഗിസ്റ്റ് മരുന്ന് കച്ചവടക്കാരൻ, അപ്പോത്തിക്കരി ഉപവൈദ്യൻ, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്നയാൾ എന്നിവർക്കെല്ലാം നിയന്ത്രിതമായി ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ്? കെമിസ്റ്റ് രസതന്ത്ര ശാസ്ത്രജ്ഞന്, ഡ്രഗിസ്റ്റ് മരുന്ന് കച്ചവടക്കാരന്, അപ്പോത്തിക്കരി ഉപവൈദ്യന്, വൈദ്യശാലയോ ഡിസ്പെൻസറിയോ നടത്തുന്നയാൾക്ക് ഇവർക്കെല്ലാം എന്ത് ചെയ്യാം? നിയന്ത്രിതമായി ഇത്തരം പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാം? ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് സെക്ഷൻ 56A പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാം, ആർക്കൊക്കെ കൈവശം വയ്ക്കാം, അതിനുള്ള അധികാരമുള്ളത് ആർക്കൊക്കെയാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A ആണ്. അടുത്ത് മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ 5,000 രൂപ പിഴ ശിക്ഷയായി ലഭിക്കും എന്ന് പരാമർശിക്കുന്ന സെക്ഷൻ സെക്ഷൻ 56A ക്ലോസ് 2 ആണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5,000 രൂപ പിഴ ശിക്ഷയായി ലഭിക്കുമെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A2 ആണ്. ക്ലോസ് 2 നമുക്കങ്ങ് ഒഴിവാക്കും, കാരണം നമുക്കത് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ 56(2) മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ഒരാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5,000 രൂപ പിഴ അവന് കിട്ടുമെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A2, 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 56A2. അപ്പോൾ എന്താണ്? മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5,000 രൂപ പിഴ ശിക്ഷയായി ലഭിക്കുമെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56A2. അടുത്ത് അനധികൃതമായി മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 58 ആണ്. അപ്പോൾ അനധികൃതമായി നമ്മുടെ മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 58 ആണ്. അനധികൃതമായി മദ്യം കൈവശം വയ്ക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. ഇതിൽ ശിക്ഷയുണ്ടോ? ഇതിൽ ശിക്ഷ ഉണ്ട്. അപ്പോൾ സെക്ഷൻ 58 പ്രകാരം അനധികൃതമായി നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വെച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്?
10 വർഷം തടവ് അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയായിട്ട് അവന് കിട്ടും. അപ്പോൾ എന്താണ്, നമ്മുടെ അനധികൃതമായിട്ട് നിർമ്മിച്ചതോ കടത്തിയതോ ആയ മദ്യം കൈവശം വച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 10 വർഷം തടവ് അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയായിട്ട് അവന് ലഭിക്കും. അപ്പോൾ അനധികൃതമായി മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 58 ആണ്. ശിക്ഷ എന്താണ്? 10 വർഷം തടവ് അല്ലെങ്കിൽ 1,00,000 രൂപ പിഴയായിട്ട് ലഭിക്കും. അടുത്ത സെക്ഷൻ 58 പ്രകാരം പരാമർശിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ. അപ്പോൾ സെക്ഷൻ 58 പറഞ്ഞ എന്താണ്? അനധികൃതമായി മദ്യം കൈവശം വയ്ക്കലിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 58. സെക്ഷൻ 58 പ്രകാരം അങ്ങനെ ഏവനെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് കിട്ടും? 10 വർഷം തടവ് അല്ലെങ്കിൽ 1,00,000 രൂപ പിഴ കിട്ടും. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് സെക്ഷൻ 58 പ്രകാരം പരാമർശിക്കുന്ന പദാർത്ഥങ്ങൾ അവന്മാർ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? സെക്ഷൻ 58B പ്രകാരം 5 വർഷം തടവ് അല്ലെങ്കിൽ 5,000 രൂപ പിഴയാണ്. ഇപ്പോൾ സെക്ഷൻ 58 പ്രകാരം പരാമർശിക്കുന്ന പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 58B ആണ്. സെക്ഷൻ 58B പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5 വർഷം തടവ് അല്ലെങ്കിൽ 5,000 രൂപ പിഴയാണ്. അപ്പോൾ സെക്ഷൻ 58B പറയുന്നത് 58 പ്രകാരം എന്തെങ്കിലും പോക്കിരിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനാണ് നമ്മുടെ പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 58B എന്ന് പറയുന്നത്. ശിക്ഷ എന്താണ്? 5 വർഷം തടവ് അല്ലെങ്കിൽ 5,000 രൂപ പിഴയാണ്. ഞാനിങ്ങനെ വാദോരാത സംസാരിച്ചെന്നും പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാൻ പോകില്ലെന്ന് എനിക്കും അറിയാം. ഇത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കേൾക്കും, അതേപോലെ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതും, പിന്നെയും നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും ഇത് വായിക്കും, പിന്നെയും ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും വായിക്കും. അപ്പോൾ എന്ത് ചെയ്യും? സുഖമായിട്ടത് മനസ്സിലാവും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പഠിത്തമെന്ന് പറയുന്നത്. അടുത്ത ഒരു ടോപ്പിക്കാണത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന. മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്വർ. മദ്യത്തിൻ്റെ നിർമ്മാണം, കൈവശം വയ്ക്കൽ, വിൽപ്പന. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പോയിൻ്റ് നമുക്ക് തുടങ്ങാം. മദ്യത്തിൻ്റെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാ സെക്ഷനാണ്? സെക്ഷൻ 12 ആണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പെട്ടെന്ന് കാണുന്നവർക്ക് തോന്നും, അല്ലെങ്കിൽ തന്നെ ഇത് വായിക്കുന്നവർക്കും തോന്നും ഇടയ്ക്കിടയ്ക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മദ്യത്തിൻ്റെ നിർമ്മാണം ഇതൊക്കെ നമ്മൾ വേറെ ഏതോ സെക്ഷനുമായിട്ട് അതേപോലെ ഇരിക്കുന്നില്ലേ, അതല്ലയോ ഇതല്ലയോ അത് എന്നൊരു ഡൗട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ ഉണ്ടെന്ന് തോന്നുന്ന സെക്ഷൻസ് നിങ്ങൾ ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസവും മനസ്സിലാവും, ഏതിലൊക്കെയാണ് ശിക്ഷകളുള്ളതെന്നും പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥത്തിൻ്റെയോ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. സെക്ഷൻ 12. അടുത്ത പോയിൻ്റ്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ. അത് സെക്ഷൻ 12A ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു? തൊട്ട് മുകളിലത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ നിർമ്മാണം മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയോ നിർമ്മാണം നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. അടുത്ത സെക്ഷൻ 12A പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ച് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12A എന്ന് പറയുന്നത്. അടുത്ത്, നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും അവ കൈവശം വയ്ക്കാവുന്ന അളവിനെയും പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 12B ആണ്. അപ്പോൾ നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗവും അവ കൈവശം വയ്ക്കാവുന്ന അളവിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12B ആണ്. അപ്പോൾ നിർമ്മാണ വേളയിൽ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും
ഉപയോഗവും അവ കൈവശം വയ്ക്കാവുന്ന അളവിനെയും പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്ട് സെക്ഷൻ 12B ആണ്. അടുത്ത് ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 18A ആണ്. അപ്പോൾ ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ മദ്യവിൽപ്പനക്കാർക്കും മദ്യനിർമ്മാതാക്കൾക്കും പരിഗണനകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 18A ആണ്. പരിഗണനകൾ 18A ആണ്. അടുത്ത് മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 64A ആണ്. അപ്പോൾ മദ്യനിർമ്മാണം, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ സംഭരണം എന്നിവയ്ക്കായിട്ട് ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64A ആണ്. അപ്പോൾ മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായിട്ട് ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64A ആണ്. മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 25,000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയായിട്ട് ലഭിക്കും. അപ്പോൾ മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായിട്ട് ഭൂമി നൽകിയാൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 25,000 രൂപയിൽ കുറയാത്ത പിഴ ശിക്ഷയായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64A ആണ്. അടുത്തൊരു പോയിൻ്റ് പഠിക്കുവാണ്. പൊസഷൻ യൂണിറ്റ് ഓഫ് ഡിഫറൻറ്റ് ലിക്വർ. വിവിധ തരം മദ്യങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള അളവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല, ഇത് ഞാൻ പറയും, നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ പൊസഷൻ യൂണിറ്റ് ഓഫ് ഡിഫറൻറ്റ് ലിക്വർ, വിവിധ തരം മദ്യങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള അളവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2012 ഫെബ്രുവരി 10 കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് അത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേബിളായിട്ടൊന്നും കൊടുത്തിട്ടില്ല, അത് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതി. അത് ഞാനൊന്ന് നിങ്ങൾക്ക് പറയാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഇത് കാണുന്നവർ, ഇത്രയും കണ്ടവർ എന്തായാലും നല്ല താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ അവർ മാക്സിമം നമ്മൾ പഠിക്കുന്ന എന്തിനാണെന്നുള്ളൊരു പോയിൻ്റ് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ എങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആ ഒരു പോയിന്റിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം പറയാം. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ 2012 ഫെബ്രുവരി 10 കേരള സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയാണ്? കള്ളാണെങ്കിൽ 1.5 ലിറ്ററാണ്. കള്ളാണ്, നിങ്ങളുടെ കയ്യിലൊരു കുപ്പിയിൽ കള്ളുണ്ട്, എത്രയാണ്? 1.5 ലിറ്ററേ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാവൂ. അടുത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ കുപ്പിയിൽ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വയ്ക്കാം? 3 ലിറ്റർ വീട്ടിൽ വയ്ക്കാം. ബിയർ ആണെങ്കിൽ എത്ര വയ്ക്കാം? 3.5 ലിറ്റർ വീട്ടിൽ വയ്ക്കാം. ബിയർ ആണെങ്കിൽ എത്ര വയ്ക്കാം? 3.5 ലിറ്റർ വീട്ടിൽ സൂക്ഷിക്കാം. അടുത്ത് വൈൻ എത്ര വയ്ക്കാം? 3.5 ലിറ്റർ വൈന് നമുക്ക് വീട്ടിൽ വയ്ക്കാം. വൈൻ എത്ര വയ്ക്കാം? 3.5 ലിറ്റർ. അതിൽ കൂടുതൽ വൈൻ വെച്ചാൽ പ്രശ്നമാവും, മനസ്സിലായോ? അപ്പോൾ വൈൻ എത്ര വയ്ക്കാം? 3.5 ലിറ്റർ. വിദേശ നിർമ്മിത വിദേശ മദ്യം എത്ര വയ്ക്കാം? 2.5 ലിറ്റർ വീട്ടിൽ വയ്ക്കാം. വിദേശ നിർമ്മിത വിദേശ മദ്യം എത്രയാണ്? 2.5 ലിറ്ററാണ്. കൊക്കോ ബ്രാൻഡി എത്ര ലിറ്റർ വയ്ക്കാം? 1 ലിറ്റർ വയ്ക്കാം. അപ്പോൾ കൊക്കോ ബ്രാൻഡി എത്ര വയ്ക്കാം? 1 ലിറ്റർ വയ്ക്കാം. ഒന്നുകൂടി പറയാം. കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ, ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ, വൈനാണെങ്കിൽ 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ എത്ര വയ്ക്കാം? 1 ലിറ്റർ വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ വിവിധ തരം മദ്യങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെന്നാണ് 2012 ഫെബ്രുവരി 10. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത പോയിൻ്റാണ് ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്വർ. നേരത്തെ നമ്മൾ 23 വയസ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞു.
ഇവിടെ പറയുന്നത് എന്താണ്? അതേപോലെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മദ്യം ഉപയോഗിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള പ്രായപരിധിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്വർ, മദ്യം ഉപയോഗിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള പ്രായപരിധി. തോന്നും പോലെ മദ്യം ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അബ്കാരി ആക്ട് പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം? 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം? മദ്യം ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മദ്യം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിയമപരമായിട്ട് അബ്കാരി ആക്ട് 1077 പ്രകാരം എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാമിടെ? 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം? മദ്യം ഉപയോഗിക്കാം. പക്ഷേ ആരും മദ്യം ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം? 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കാം. അടുത്ത് 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏത് സെക്ഷനാണ്? ഏതാണ്? സെക്ഷൻ 15A ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15A ആണ്. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15B ആണ്. അപ്പോൾ എന്താണ്? 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15B ആണ്. സെക്ഷൻ 15B ആണ്. അപ്പോൾ സെക്ഷൻ 15B പ്രകാരം 23 വയസ്സിന് താഴെ പ്രായമുള്ളവർ മദ്യം കൈവശം വച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5000 രൂപ പിഴയോ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ അയാൾക്ക് ലഭിക്കും. അപ്പോൾ സെക്ഷൻ ഏത് സെക്ഷനാണ്? സെക്ഷൻ 15B പ്രകാരം എന്താണ് പറയുന്നത്? 23 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മദ്യം കൈവശം വെച്ചാലോ ഉപയോഗിച്ചാലോ ലഭിക്കുന്ന ശിക്ഷ എന്താണ്ടേ? 5000 രൂപ പിഴ കിട്ടാം, അല്ലെങ്കിൽ 2 വർഷം തടവോ അല്ലെങ്കിൽ അവന് രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കാം. അടുത്ത് 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിറ്റാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഒരാൾക്ക് 23 വയസ്സിന് താഴെ, നമ്മൾ നേരത്തെ പറഞ്ഞു 23 വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് മദ്യം വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5000 രൂപ പിഴയോ 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയോ ലഭിക്കും. ഈ വിൽക്കുന്നതെന്ന് പറയുമ്പോൾ പൈസയ്ക്ക് മാത്രമല്ല, നമ്മളല്ലാതെ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് വിറ്റതായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്ക് മദ്യം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 5000 രൂപ പിഴ അല്ലെങ്കിൽ 2 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും ശിക്ഷയായിട്ട് ലഭിക്കും. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അബ്കാരി റവന്യൂ ആണ്. അപ്പോൾ എന്താണ് അബ്കാരി റവന്യൂ? എന്താണ്? മദ്യമോ മയക്കുമരുന്നുകളോ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചുമത്തപ്പെടുന്ന നികുതിയോ പിഴയോ ഫീസ് അല്ലെങ്കിൽ കണ്ടുകെട്ടിയ വസ്തുക്കളുടെ മൂല്യമോ അബ്കാരി റവന്യൂ എന്ന് പറയാം. അപ്പോൾ എന്താണ് അബ്കാരി റവന്യൂ? മദ്യമോ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് ചുമത്തപ്പെടുന്ന നികുതിയോ പിഴയോ ഫീസ് അല്ലെങ്കിൽ കണ്ടുകെട്ടിയ വസ്തുക്കളുടെ മൂല്യമോ അതിനെയാണ് എന്ന് പറയുന്നത് അബ്കാരി റവന്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് പബ്ലിക് ഓൺ അബ്കാരി കേസസ്. അപ്പോൾ പൊതുജനത്തിനും ഉദ്യോഗസ്ഥർക്കും അബ്കാരി കേസുകളിൽ മേലുള്ള ഉത്തരവാദിത്വങ്ങളാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. എന്താണ് ഉത്തരവാദിത്വം? അപ്പോൾ ആരാണ് അബ്കാരി കേസുകളിൽ നടപടിയെടുക്കുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ? അത് നമ്മുടെ ഒരു ടേബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ അധികാരം പരാമർശിച്ചിരിക്കുന്ന സെക്ഷനുകളും. അതിൽ മജിസ്ട്രേറ്റ് ഉണ്ട്, അബ്കാരി ആക്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് മാത്രമായിട്ട് ചെയ്യാം, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ അബ്കാരി ആക്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്.
അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. പിന്നെ ചെറിയ ഞാൻ പറഞ്ഞ 2 ടേബിളുകളുണ്ട്, അതും കൂടി ജസ്റ്റ് നോക്കുക. വലിയ ഇമ്പോർട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ നമ്മുടെ PSCയുടെ കാര്യം പറയാൻ പറ്റില്ല. ജസ്റ്റ് വായിച്ച് വെച്ചാൽ തന്നെ മനസ്സിലാകുന്ന ടേബിളുകളാണ് ആ ഒരു 2 ടേബിളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബ്കാരി ആക്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓരോ ടോപ്പിക്കും NDPS അബ്കാരി ആക്ട് ഇതേപോലുള്ള ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബ്കാരി ആക്ട് എന്ന് പറയുന്നത്.